നമസ്കാരം. ലോകരാജ്യങ്ങളുടെ കണ്ണുകൾ പടിഞ്ഞാറ് വെനസ്വേലൻ പ്രതിസന്ധിയിൽ തറഞ്ഞു നിൽക്കെ കിഴക്ക് പസഫിക് തീരങ്ങളിൽ നിന്ന് വീണ്ടും യുദ്ധഭീതിയുടെ മുഴക്കം. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. 2026 ഉത്തര കൊറിയയുടെ ആദ്യ ശക്തി പ്രകടനമാണിത്. വെനസ്വേലൻ പ്രസിഡന്റിനെതിരായ അമേരിക്കയുടെ സൈനിക നീക്കത്തിന് തൊട്ടു പിന്നാലെ നടത്തിയ ഈ മിസൈൽ വിക്ഷേപണം വ്യക്തമായ ഒരു താക്കീതാണ്, അമേരിക്കയ്ക്കുള്ള താക്കീത്. പ്യോങ്യാങ്ങിന് സമീപമുള്ള റോക്ഫോ ജില്ലയിൽ നിന്നായിരുന്നു ആ കുതിപ്പ്. ജനുവരി 4 ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം 7:50 മിസൈലുകൾ വിക്ഷേപിക്കപ്പെട്ടത്. 900 കിലോമീറ്ററിലധികം ദൂരം സമുദ്രത്തിന് മുകളിലൂടെ സഞ്ചരിച്ച മിസൈലുകൾ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചതായി ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA സ്ഥിരീകരിച്ചു. ഇത്തവണ പരീക്ഷിച്ചത് സാധാരണ മിസൈലുകളല്ല, മറിച്ച് അതിവേഗം സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളാണെന്നാണ് റിപ്പോർട്ടുകൾ. ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇവയെ പ്രതിരോധിക്കാൻ നിലവിലുള്ള മിസൈൽ കവചങ്ങൾക്ക് എളുപ്പമല്ല. ദക്ഷിണ കൊറിയയും ജപ്പാനും ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് ചൈന സന്ദർശിക്കാനിരിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ പ്രകോപനം എന്നത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഉത്തര കൊറിയ ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തിയത്? ഉത്തരം ലളിതമാണ്. വെനസ്വേലയിൽ നിക്കോളാസ് മഡുറോയെ പുറത്താക്കാൻ അമേരിക്ക നടത്തിയ സൈനിക ഇടപെടൽ കിം ജോങ് ഉന്നിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഇത്തരമൊരു നീക്കമുണ്ടായാൽ ആണവായുധങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ കിം നൽകുന്നത്. അമേരിക്കയുടെ നടപടിയെ കിരാതം എന്നാണ് ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. അമേരിക്കയ്ക്കെതിരെ എപ്പോൾ വേണമെങ്കിലും പ്രത്യാക്രമണം നടത്താൻ തങ്ങൾ സജ്ജമാണെന്ന് തെളിയിക്കാനാണ് 900 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ പരീക്ഷണത്തിലൂടെ അവർ ശ്രമിക്കുന്നത്. ഈ മിസൈൽ വിക്ഷേപണം മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ജപ്പാനും ദക്ഷിണ കൊറിയയും തങ്ങളുടെ സൈനിക ജാഗ്രത വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കൻ ഇൻഡോ പസഫിക് കമാൻഡ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ലോകം ഒരു യുദ്ധമുനയിൽ നിൽക്കുമ്പോൾ പ്യോങ്യാങ്ങിൽ നിന്നുള്ള ഓരോ മിസൈൽ കുതിപ്പും അന്താരാഷ്ട്ര സമാധാനത്തിന് കരിനിഴൽ വീഴ്ത്തും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.